കേരള PSCയുടെ ജൂനിയർ അക്കൗണ്ടൻറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ലാസ്റ്റ് ടൈം റിവിഷൻ എന്ന രീതിയിൽ മാത്രമേ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറെ സമീപിക്കാൻ പാടുള്ളൂ. കാരണം ഇതിലുള്ളതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ചു പോകുന്നു, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോകുന്നു എന്ന രീതിയിൽ വേണം. പിന്നെ ഇത് 2016 ക്വസ്റ്റ്യൻ പേപ്പറാണ്. PSCയുടെ ഫൈനൽ ആൻസർ കീ പ്രകാരമുള്ള കാര്യങ്ങളാണ് ഇതിലൂടെ പറയുന്നത്. അപ്പോൾ ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുകയും ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ചെയ്യുക. വെൽക്കം ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ആതിര. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഓണർഷിപ്പ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മണി ഈസ് കോൾഡ്. ഓണർഷിപ്പ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മണി എന്ത് വിളിക്കും നമ്മൾ? ക്യാപിറ്റൽ അക്കൗണ്ട്. ഓപ്ഷൻ ബി ക്യാപിറ്റൽ അക്കൗണ്ട്. ഓണർഷിപ്പ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മണി ഈസ് കോൾഡ് ക്യാപിറ്റൽ അക്കൗണ്ട്. A product was sold for rupees 448 at a profit of 12%. What is the cost? Cost price കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കോസ്റ്റ് പ്രൈസ് കാണാൻ എന്ത് ചെയ്താൽ മതി? 448 into 100 divided by 112 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ 400 കിട്ടും. 448 into 100 divided by 112 ചെയ്താൽ മതി. അടുത്തത്, ക്യാപിറ്റൽ പ്രോഫിറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു. ക്യാപിറ്റൽ പ്രോഫിറ്റ് ഏതിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? ക്യാപിറ്റൽ പ്രോഫിറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ റിസർവ്. ക്യാപിറ്റൽ പ്രോഫിറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ റിസർവ്. ഇത് നമ്മുടെ PSCയുടെ 120/2016 എന്ന ക്വസ്റ്റ്യൻ പേപ്പർ കോഡാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫൈനൽ ആൻസർ കീ പ്രകാരമുള്ള ആൻസേഴ്സ് ആണ് പറയുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. റിപ്പീറ്റഡ് ആയിട്ട് ചില സമയങ്ങളിൽ PSC ഇടാറുണ്ട്. കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഇതിൽ നിന്നും ലഭിക്കും. അടുത്തത്, ഡിപ്രിസിയേഷൻ ഓൺ ഫിക്സഡ് അസറ്റ് ഈസ് പ്രൊവൈഡഡ് ഇൻ കംപ്ലൈൻസ് വിത്ത് ദ അക്കൗണ്ടിങ് കൺസെപ്റ്റ് ഓഫ്. ഏത് അക്കൗണ്ടിങ് കൺസെപ്റ്റ് പ്രകാരമാണ് ഫിക്സഡ് അസറ്റിൻ്റെ ഡിപ്രിസിയേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്? ഏതിൻ്റെയാണ്? ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. ഓപ്ഷൻ ഡി ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. ഡിപ്രിസിയേഷൻ ഓൺ ഫിക്സഡ് അസറ്റ് ഈസ് പ്രൊവൈഡഡ് ഇൻ കംപ്ലയൻസ് വിത്ത് ദ അക്കൗണ്ടിങ് കൺസെപ്റ്റ് ഓഫ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. Which of the following item is recorded in the sales journal? Sales journal ഏതാണ്? ക്രെഡിറ്റ് സെയിൽസ് ആണ് അല്ലേ? ഓൺലി ക്രെഡിറ്റ് സെയിൽസ്. Which of the following item is recorded in sales journal? Only credit sale. ക്യാപിറ്റൽ അക്കൗണ്ട് ഈസ് എ ഡാഷ്. ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു പേഴ്സണൽ അക്കൗണ്ട് ആണ്. ക്യാപിറ്റൽ അക്കൗണ്ട് ഈസ് എ പേഴ്സണൽ അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ട് ഈസ് എ പേഴ്സണൽ അക്കൗണ്ട്. ക്വിക്ക് റേഷ്യോ ഈസ് ഓൾസോ കോൾഡ്. ക്വിക്ക് റേഷ്യോയുടെ വേറെ പേരെന്താണ്? ക്വിക്ക് റേഷ്യോ ഈസ് ഓൾസോ കോൾഡ് ആസിഡ് ടെസ്റ്റ് റേഷ്യോ, നിയർ മണി റേഷ്യോ, ലിക്വിഡ് റേഷ്യോ. ഈ 3 പേരുകളുമുണ്ട്. ഓൾ ഓഫ് ദീസ് ആണ് ആൻസർ. ക്വിക്ക് റേഷ്യോ ഈസ് ഓൾസോ കോൾഡ് ആസിഡ് ടെസ്റ്റ് റേഷ്യോ, നിയർ മണി റേഷ്യോ ആൻഡ് ലിക്വിഡ് റേഷ്യോ. A method of costing in which the fixed costs are added for inventory valuation. Inventory valuation വേണ്ടിയിട്ട് ഫിക്സഡ് കോസ്റ്റ് ആഡ് ചെയ്യുന്ന കോസ്റ്റിംഗ് മെത്തേഡ് ഏതാണ്? അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് ആണ്. ഓപ്ഷൻ എ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്. A method of costing in which the fixed costs are added for inventory valuation. Absorption costing. Indirect material cost is a part of. Indirect material ഏതിൻ്റെ പാർട്ടാണ്? ഫാക്ടറി കോസ്റ്റിൻ്റെ പാർട്ടാണ് അല്ലേ? Indirect material cost is a part of factory cost. BEP is worked at. BEP എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഇവൻ പോയിന്റ് അല്ലേ? ബ്രേക്ക് ഇവൻ പോയിന്റ് ഈസ് വർക്ക്ഡ് അറ്റ് ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ആണ്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രോബ്ലംസ് വരാറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഫോർമുലാസ് ഒക്കെ ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം. ഇപ്പോൾ ചെറിയ പ്രോബ്ലം വന്നിട്ട് നമുക്കത് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ അത്രയും വിഷമാവും അല്ലേ? അതുകൊണ്ട് ചെറുതും വിട്ട് കളയരുത്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ നിങ്ങൾ പഠിക്കണം. ബ്രേക്ക് ഇവൻ പോയിന്റ് ഈസ് വർക്ക്ഡ് അറ്റ് ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് കോസ്റ്റ് ഈസ്. റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് പ്രീ പ്രൊഡക്ഷൻ കോസ്റ്റ് ആണ്. റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് കോസ്റ്റ് ഏതിലാണ് വരുന്നത്? പ്രീ പ്രൊഡക്ഷൻ കോസ്റ്റിലാണ് വരുന്നത്. കോസ്റ്റ് റിഡക്ഷൻ ഈസ് അച്ചീവ്ഡ് ത്രൂ. എങ്ങനെയാണ് നമുക്ക് കോസ്റ്റ് റിഡക്ഷൻ അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നത്? വാല്യൂ അനാലിസിസിലൂടെ, ഇൻവെൻ്ററി കൺട്രോളിലൂടെ, പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ. ഇതെല്ലാത്തിലൂടെയും നമുക്ക് കോസ്റ്റ് റിഡക്ഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. 13ാമത്തെ ക്വസ്റ്റ്യൻ,
മാർജിൻ ഓഫ് സേഫ്റ്റി ഇൻറ്റു പി വി റേഷ്യോ. മാർജിൻ ഓഫ് സേഫ്റ്റി ഇൻറ്റു പി വി റേഷ്യോ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് ആണ് ലഭിക്കുന്നത്. മാർജിൻ ഓഫ് സേഫ്റ്റി ഇൻറ്റു പി വി റേഷ്യോ ഈക്വൽ പ്രോഫിറ്റ്. 14ാമത്തെ ക്വസ്റ്റ്യൻ. ദ ഓഡിറ്റർ ഓഫ് എ പബ്ലിക് ലിമിറ്റഡ് കമ്പനി ഈസ് അപ്പോയിൻറ്റഡ് ബൈ. ആരാണ്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. ദ ഓഡിറ്റർ ഓഫ് എ പബ്ലിക് ലിമിറ്റഡ് കമ്പനി ഈസ് അപ്പോയിൻറ്റഡ് ബൈ ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. പി എസ് സിയുടെ 2016 ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോഴത്തെ ഫൈനൽ കീ പ്രകാരമാണ് ആൻസർ പറയുന്നത്. ഡ്യൂട്ടീസ് ഓഫ് എ കമ്പനി ഓഡിറ്റർ ആർ ഡിഫൈൻഡ് ബൈ. ഒരു കമ്പനി ഓഡിറ്ററിൻ്റെ ഡ്യൂട്ടീസ് ഏതിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ഏതിലാണ്? കമ്പനീസ് ആക്റ്റിലാണ് കേട്ടോ. കമ്പനീസ് ആക്ട് 1956. 16. ദ സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിൻ്റെ രണ്ടാമത്തെ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ഓർഗനൈസിംഗ് ആണ്. ദ സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ് ഈസ് ഓർഗനൈസിംഗ്. ദ ബുക്ക് പ്രാക്ടീസ് ഓഫ് മാനേജ്മെൻറ്റ് വാസ് ഓതേർഡ് ബൈ. പ്രാക്ടീസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന ബുക്ക് ആരുടേതാണ്? പീറ്റർ എഫ് ഡ്രക്കറിൻ്റേതാണ്. ദ പ്രാക്ടീസ് ഓഫ് മാനേജ്മെൻറ്റ് വാസ് ഓതേർഡ് ബൈ പീറ്റർ എഫ് ഡ്രക്കർ. സ്ട്രാറ്റജിക് പ്ലാനിംഗ് മീൻസ്. എന്താണ് സ്ട്രാറ്റജിക് പ്ലാനിംഗ് എന്ന് പറയുന്നത്? കോർപ്പറേറ്റ് പ്ലാനിംഗ് ആണ്. സ്ട്രാറ്റജിക് പ്ലാനിംഗ് മീൻസ് കോർപ്പറേറ്റ് പ്ലാനിംഗ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇമാജിനറി. ഇതിൽ ഇമാജിനറി ആയിട്ട് റിലേറ്റ് ചെയ്തത് വിഷൻ ആണ്. ഏതാണ്? ഓപ്ഷൻ ബി വിഷൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇമാജിനറി? വിഷൻ. Then Pottscorp was coined by. POSDCORB. Pottscorp was coined by Gullick. 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 ആരാണ്? ലൂതർ ഗുള്ളിക്ക് എന്ന് പറഞ്ഞ ആളാണ് പോട്ട്സ്കോർബ്. പോട്ട്സ്കോർബ് എന്ന് പറയുന്നത് എന്താ? പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ്, പിന്നെ കോർഡിനേറ്റിംഗ്, റിപ്പോർട്ടിംഗ്, ബഡ്ജറ്റിംഗ്, ഇത്രയാണ് വരുന്നത്. ദ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് വാസ് പാസ്ഡ് ഇൻ. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986, 1986. വിച്ച് ആർ സിനോംനസ്. ഏതാണ് സിനോംനസ് ആയിട്ടുള്ളത്? പ്രൊഡക്റ്റ് മിക്സും മാർക്കറ്റ് മിക്സുമാണ്. പ്രൊഡക്റ്റ് മിക്സ് ആൻഡ് മാർക്കറ്റ് മിക്സ്. ദ ടേം പ്രൊഡക്റ്റ് കൺസെപ്റ്റ് വാസ് ഡെവലപ്ഡ് ബൈ. പ്രൊഡക്റ്റ് കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തത് തിയോഡർ ലെവിറ്റ് ആണ്. ദ ടേം പ്രൊഡക്റ്റ് കൺസെപ്റ്റ് വാസ് ഡെവലപ്ഡ് ബൈ തിയോഡർ ലെവിറ്റ്. Which of the following is not included in the function of physical supply? ഫിസിക്കൽ സപ്ലൈയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഫിസിക്കൽ സപ്ലൈയിൽ ഉൾപ്പെടാത്തത് സ്റ്റാൻഡേർഡൈസേഷൻ ആണ്. ഓപ്ഷൻ എ സ്റ്റാൻഡേർഡൈസേഷൻ. ഇതെല്ലാം എന്താണ് പറയുന്നത്? ചെറിയ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ആണ്. പക്ഷേ ഇപ്പോഴത്തെ പി എസ് സിയുടെ നിലവാരം നമുക്കറിയാം. കുറച്ച് കൂടുതലായിട്ടുള്ള, കുറച്ച് സ്റ്റാൻഡേർഡുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിച്ച് വേണം നമ്മൾ പോവാനായിട്ട്, അല്ലേ? അപ്പം അത് നിങ്ങൾ മനസ്സിൽ വിചാരിച്ച് തന്നെ പോവുക. കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് വരും. എന്നാലും പതറാതെ നമ്മൾ ആൻസർ എഴുതണം കേട്ടോ. അടുത്തത് ആഫ്റ്റർ സെയിൽ സർവീസ് ഈസ് എ പാർട്ട് ഓഫ്. ആഫ്റ്റർ സെയിൽ സർവീസ് ഈസ് എ പാർട്ട് ഓഫ് ഓഗ്മെൻറ്റഡ് പ്രൊഡക്റ്റ്. ഓഗ്മെൻറ്റഡ് അഡീഷണൽ എന്ന് നമ്മൾ പറയുന്നത് അതാണ് ഓഗ്മെൻറ്റഡ് പ്രൊഡക്റ്റ്. ആഫ്റ്റർ സെയിൽ സർവീസ് ഈസ് എ പാർട്ട് ഓഫ് ഓഗ്മെൻറ്റഡ് പ്രൊഡക്റ്റ്. The word positioning was coined by. The word positioning ആരാണ്? അൽ റീസ് ആൻഡ് ജാക്ക് ത്രോട്ട് ആണ്. അൽ റീസ് ആൻഡ് ജാക്ക് ത്രോട്ട് ആണ്. The word positioning was coined by അൽ റീസ് ആൻഡ് ജാക്ക് ത്രോട്ട്. Products that consumers buy regularly with little effort. Regularly ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു PYQയിൽ പഠിച്ചതായിരുന്നു. ഏതാണ്? കൺവീനിയൻസ് പ്രൊഡക്ട്സ് അല്ലേ? റെഗുലർലി വാങ്ങുന്നത് കൺവീനിയൻസ് പ്രൊഡക്റ്റ് ആണ്. ഇൻകം ടാക്സ് ആക്ട് പാസ് ചെയ്തത് എന്താണ്? ഇതും നമ്മൾ പഠിച്ചതാണ്. 1961 പാസ് ചെയ്തത്. റെമ്യൂണറേഷൻ പെയ്ഡ് ടു ആൻ MLA ഈസ് ടാക്സ് അണ്ടർ ദ ഹെഡ്. ഇൻകം ടാക്സിൽ നമ്മൾ പഠിച്ചതാ MLAയുടെ കാര്യമൊക്കെ. റെമ്യൂണറേഷൻ പെയ്ഡ് ടു ആൻ MLA ഏത് ഹെഡിലാണ് വരുന്നത്? ഇൻകം ഫ്രം അതർ സോഴ്സസിലാണ് വരുന്നത്. ഇൻകം ഫ്രം അതർ സോഴ്സസ്. ദെൻ പേയി ഇൻ ഇൻകം ടാക്സ് സ്റ്റാൻഡ്സ് ഫോർ പേയി. പേയി ഇൻകം ടാക്സ് എന്ന് പറയുന്നത് എന്താണ്? അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് ആണ്. പേയി ഇൻ ഇൻകം ടാക്സ് സ്റ്റാൻഡ്സ് ഫോർ അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ്. Which of the following is not an indirect tax? Indirect tax അല്ലാത്തത് ഏതാണ്? എസ്റ്റേറ്റ് ഡ്യൂട്ടി ആണ്. നമ്മുടെ GSTനെ പറ്റി, GST എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. അതിൻ്റെ ജസ്റ്റ് കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കി വയ്ക്കണം കേട്ടോ. ഇവിടെ ഇൻഡയറക്റ്റ് ടാക്സ് അല്ലാത്തത് എസ്റ്റേറ്റ് ഡ്യൂട്ടി.
ബർഡൻ ഓഫ് ടാക്സ് ക്യാൻ ബി റിഡ്യൂസ്ഡ് ബൈ, എങ്ങനെയാണ് ടാക്സ് ബർഡൻ കുറയ്ക്കാൻ നമ്മളെ സഹായിക്കുന്നത്? ടാക്സ് പ്ലാനിങ്ങിൽ കൂടെ അല്ലേ? ബർഡൻ ഓഫ് ടാക്സ് ക്യാൻ ബി റിഡ്യൂസ്ഡ് ബൈ ടാക്സ് പ്ലാനിങ്. ഫോർ ഇൻകം ടാക്സ് പർപ്പസ് ആൻ ഇന്ത്യൻ കമ്പനി ഈസ് ഓൾവേസ് റെസിഡൻറ്റ്. ഇൻകം ടാക്സ് പർപ്പസിന് ഇന്ത്യൻ കമ്പനി എന്ന് പറയുന്നത് എന്താണ്? റെസിഡൻ്റ് ആയിരിക്കും. The method where data are collected for each item in the population is known as, ഒരു പോപ്പുലേഷനിലെ ഓരോ ഐറ്റത്തിൽ നിന്നും നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുകയാണെങ്കിൽ ആ മെത്തേഡിനെ എന്ത് വിളിക്കും? സെൻസസ് മെത്തേഡ് എന്നാണ് വിളിക്കുന്നത്. ഇത് നമുക്ക് ഇപ്പോഴത്തെ സിലബസ് അനുസരിച്ച് പഠിക്കാനില്ല, എന്നാലും ക്വസ്റ്റ്യൻസ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിപ്പോകാം. ഡേറ്റ ടേക്കൺ ഫ്രം ദ വിസിറ്റേഴ്സ് ലിസ്റ്റ്, വിസിറ്റേഴ്സ് ലിസ്റ്റിൽ നിന്ന് ഡേറ്റ എടുക്കുന്നതിനെ ജഡ്ജ്മെൻറ്റ് സാമ്പിളിംഗ് എന്നാണ് പറയുന്നത്. ഡേറ്റ ടേക്കൺ ഫ്രം ദ വിസിറ്റേഴ്സ് ലിസ്റ്റ് ഈസ് ജഡ്ജ്മെൻറ്റ് സാമ്പിളിംഗ്. ദ കൺസെപ്റ്റ് ഓഫ് റിഗ്രഷൻ ഡെവലപ്ഡ് ബൈ ഗാൾട്ടൺ, ആരാണ്? ഗാൾട്ടൺ ആണ്. ദ കൺസെപ്റ്റ് ഓഫ് റിഗ്രഷൻ വാസ് ഡെവലപ്ഡ് ബൈ ഗാൾട്ടൺ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പൊസിഷണൽ ആവറേജ്? പൊസിഷണൽ ആവറേജ് മീഡിയൻ, പൊസിഷണൽ ആവറേജ് മീഡിയൻ. In a sample-based research work, the data collected for analysis are called, എന്ത് വിളിക്കും? സാമ്പിൾ ബേസ്ഡ് റിസർച്ച് വർക്കിൽ നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്നതിന് പ്രൈമറി ഡേറ്റ എന്നാണ് പറയുന്നത്. ഓപ്ഷൻ എ പ്രൈമറി ഡേറ്റ. ഇൻ പൈ ഡയഗ്രാം 1% ഈക്വൽ, പൈ ഡയഗ്രത്തിൽ 1% എന്ന് പറയുന്നത് 3.6 ഡിഗ്രിയാണ്. എത്രയാണ്? 3.6 ഡിഗ്രി. ദെൻ ഇനി 40ാമത്തെ ക്വസ്റ്റ്യൻ, മോഡ് ഈസ്. ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തേക്കുന്നതാട്ടോ, അതുകൊണ്ട് വേണ്ട. അടുത്തത്, ദ ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വേരിയബിൾസ്, രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ ഡിഗ്രി എന്ത് വിളിക്കും നമ്മൾ? കോറിലേഷൻ എന്നാണ് വിളിക്കുന്നത്. ദെൻ IDBI ബാങ്ക് ലിമിറ്റഡ്, IDBI ബാങ്ക് എന്ന് പറയുന്നത് എന്ത് തരം ബാങ്കാണ്? ഒരു കൊമേഴ്ഷ്യൽ ബാങ്കാണ്. നബാർഡ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ, നബാർഡ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1982ലാണ്, 1982. ഇന്ത്യ ഹാസ് ദ സിസ്റ്റം ഓഫ്, ഇന്ത്യക്ക് ഏത് തരം ബാങ്കിങ് ആണുള്ളത്? ഇന്ത്യ ഹാസ് ദ സിസ്റ്റം ഓഫ് ബ്രാഞ്ച് ബാങ്കിങ്. വൺ ഹു ഡിപ്പോസിറ്റ് മണി ഇൻ എ ബാങ്ക് ബിക്കംസ് ഡാഷ് ഓഫ് ദ ബാങ്ക്, ബാങ്കിൻ്റെ ആരാകുന്നു? ഇപ്പോൾ നമ്മൾ പൈസ മണി ഡിപ്പോസിറ്റ് ചെയ്യുമ്പോൾ അവർ ബാങ്കിൻ്റെ ആരാകുന്നു? ക്രെഡിറ്റർ ആകുന്നു അല്ലേ? ക്രെഡിറ്റർ. ബാർട്ടർ സിസ്റ്റം മീൻസ്, ബാർട്ടർ സിസ്റ്റം നമുക്ക് അറിയാവുന്നതാണ്. എന്താണ്? ഗുഡ്സിന് പകരം ഗുഡ്സ് എക്സ്ചേഞ്ച് ചെയ്യുന്നു. എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ഫോർ ഗുഡ്സ്. ദ ലാർജസ്റ്റ് കൊമേഴ്ഷ്യൽ ബാങ്ക് ഇൻ ഇന്ത്യ, ലാർജസ്റ്റ് കൊമേഴ്ഷ്യൽ ബാങ്ക് SBI. എ ചെക്ക് ബിക്കം സ്റ്റെയിൽ ആഫ്റ്റർ എ പീരീഡ് ഓഫ്, എപ്പോഴാണ് ചെക്ക് സ്റ്റെയിലായി മാറുന്നത്? എത്ര നാളിന് ശേഷമാണ്? 3 മാസത്തിന് ശേഷമാണ്. എ ചെക്ക് ബിക്കം സ്റ്റെയിൽ ആഫ്റ്റർ എ പീരീഡ് ഓഫ് 3 months. ദ മോഡേൺ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി വാസ് ഡെവലപ്ഡ് ബൈ, the modern quantity theory of money was developed by Friedman ആണ്. Who does issue the rupee 1 note coin in India? 1 note coin ഇഷ്യൂ ചെയ്യുന്നത് ആരാണ്? ഫിനാൻസ് സെക്രട്ടറി ആണ് അല്ലേ? മിനിസ്ട്രി ഓഫ് ഫിനാൻസ് സെക്രട്ടറി ആണ്. The RBI is not concerned with, the RBI is not concerned with framing the fiscal policy. The central bank keeps 100% of gold reserve against the note is called, gold reserve keep ചെയ്യുന്നതിനെ എന്ത് വിളിക്കും നമ്മൾ? representative paper money എന്നാണ് പറയുന്നത്. The central bank keeps 100% gold reserve against the note is called representative paper money. It's best to float the equity shares in the market during, എപ്പോഴാണ്? boom പീരീഡിൽ കേട്ടോ. It is best to float the equity shares in the market during boom period. boom എന്ന് വെച്ചാൽ ഏറ്റവും മുകളിലുള്ള പീരീഡ്. Then capital loss arises due to, എപ്പോഴാണ് capital loss സംഭവിക്കുന്നത്? സെയിൽ ഓഫ് ക്യാപിറ്റൽ അസറ്റ് അറ്റ് എ പ്രൈസ് ലെസ് ദാൻ ബുക്ക് വാല്യൂ, ബുക്ക് വാല്യൂവിനേക്കാളും കുറഞ്ഞ് നമ്മൾ ക്യാപിറ്റൽ അസറ്റ് വിൽക്കുമ്പോഴാണ് അവിടെ ക്യാപിറ്റൽ ലോസ് വരുന്നത്. 55 ഫാദർ ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, ഫാദർ ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആരാണ്? എസ്ര സോളമൻ. ഫാദർ ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എസ്ര സോളമൻ. 56ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഓപ്പറേറ്റിംഗ് ലിവറേജ് ഇഫ്
ഫിക്സഡ് കോസ്റ്റ് ഈസ് 90,000 ആൻഡ് കോൺട്രിബ്യൂഷൻ ഈസ് 1 lakh. കോൺട്രിബ്യൂഷൻ 1 ലക്ഷവും ഫിക്സഡ് കോസ്റ്റ് 90,000 ആണെങ്കിൽ ഓപ്പറേറ്റിംഗ് ലിവറേജ് കണ്ടുപിടിക്കുക. ഓപ്പറേറ്റിംഗ് ലിവറേജ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? സി ഡിവൈഡഡ് ബൈ എബിറ്റ് ആണ് അല്ലേ. കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ എബിറ്റ് ആണ്. കോൺട്രിബ്യൂഷൻ 1 lakh എന്ന് തന്നിട്ടുണ്ട്. എബിറ്റ് എങ്ങനെ കാണാം? എബിറ്റ് 1 lakhൽ നിന്ന് കോൺട്രിബ്യൂഷനിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് മൈനസ് ചെയ്താൽ മതി. 10,000 ആണ് എബിറ്റ് കിട്ടുന്നത്. അപ്പോൾ 1 lakh ഡിവൈഡഡ് ബൈ 10 ആൻസർ എത്ര കിട്ടും? 10 എന്ന് കിട്ടും. 1 lakh ഡിവൈഡഡ് ബൈ 10,000 കേട്ടോ, ആൻസർ 10. ദെൻ വാട്ടേഡ് സ്റ്റോക്ക് ലീഡ്സ് ടു over capitalization. Watered stock leads to over capitalization. 58. The capital structure which maximizes the value of the firm is called. ഫേമിൻ്റെ വാല്യൂ മാക്സിമൈസ് ചെയ്യുന്ന ക്യാപിറ്റൽ സ്ട്രക്ചർ ഏതാണ്? ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ ആണ്. The capital structure which maximizes the value of the firm is called optimum capital structure. When equity is more than long-term debt, the firm is said to be dash geared. ഇക്വിറ്റി ആണ് കൂടുതലെങ്കിൽ നമ്മൾ ലോ ഗിയർഡ് എന്നാണ് പറയുന്നത്. When equity is more than long-term debt. long-term ഡെറ്റിനേക്കാളും ഇക്വിറ്റി ആണ് കൂടുതലെങ്കിൽ ആ ഫേം ലോ ഗിയർഡ് എന്നാണ് പറയുന്നത്. ക്യാപിറ്റൽ ഗിയറിംഗ് നമ്മൾ പഠിച്ചതായിരുന്നു. 60. ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്. ഇതിലേതാണ് ഓഡ് വൺ ആയിട്ടുള്ളത്? സി ആണല്ലേ. പ്രോഫിറ്റബിലിറ്റി ഡിസിഷൻ ആണ് ഓഡ് വൺ ആയിട്ടുള്ളത്. ഇൻവെസ്റ്റ്മെൻറ്റ്, ഫിനാൻസ്, ഡിവിഡൻഡ് ഒക്കെ ഒരുമിച്ചുള്ളതാണ്. അടുത്തത് ഡാഷ് അപ്രോച്ച് ഈസ് ഓൾസോ നോൺ ആസ് മാച്ചിങ് അപ്രോച്ച് എന്നറിയപ്പെടുന്നത് ഹെഡ്ജിങ് ആണ്. ഹെഡ്ജിങ് അപ്രോച്ച് ഈസ് ഓൾസോ നോൺ ആസ് മാച്ചിങ് അപ്രോച്ച്. ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് എ ഫേം, ഒരു ഫേമിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് വെൽത്ത് മാക്സിമൈസേഷൻ ആണ്. ഓപ്ഷൻ ഡി, വെൽത്ത് മാക്സിമൈസേഷൻ. എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് ഓഫറുമാണ് അക്സെപ്റ്റൻസുമാണ്. അതുകൊണ്ട് ബോത്ത് ബി ആൻഡ് സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. എഗ്രിമെൻ്റ് ഈസ് ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ്. ആൻ എഗ്രിമെൻ്റ് ടു ബൈ സ്റ്റോളൻ ഗുഡ്സ് voidable ആണ്. An agreement to buy stolen goods is voidable. Stepping into a line bus creates valid contract. Pledge is a part of pledge എന്നതിൻ്റെ ഭാഗമാണ് bailment ആണ് കേട്ടോ. Pledge is a part of bailment. Then general lien is available for banker. A minor cannot be a or an partner. minor partner ആവാൻ പാടില്ല. An agreement in restraint of a marriage of a minor. എന്ത് agreement ആണ്? An agreement in restraint of the marriage of a minor is valid. Indian Partnership Act was enacted in 1932. Principle of indemnity is not applicable to life insurance. On payment of insurance policy, the insurer is put into the shoes of the insured. This principle is called insurance policy payment ന്റെ സമയത്ത് അതിനെ നമ്മൾ subrogation എന്നാണ് പറയുന്നത്. The insurer is put into the shoes of the insured. This principle is called subrogation. ഇതൊക്കെ ഇൻഷുറൻസായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മുടെ ഇപ്പോഴത്തെ സിലബസിലില്ല എങ്കിൽ കൂടി നമുക്ക് പ്രീവിയസ് ആയതുകൊണ്ട് എല്ലാം ഒന്ന് വായിച്ചു നോക്കാം. Then bank assurance is the insurance product of banks. In India, the all life insurance business is administered by ആരാണ് all life insurance business ഒക്കെ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്? ഇന്ത്യയിലെ IRDA ആണ്. The law of diminishing marginal utility was first stated by ആദ്യമായിട്ട് സ്റ്റേറ്റ് ചെയ്തത് H. Gosson ആണ്. Under perfect competition, short run equilibrium of a firm will be എങ്ങനെയാണ്? MC equal MR ആണ്. Short run equilibrium of a firm will be MC equal MR. The shape of demand curve shape എന്താണ്? Downward sloping curve from left to right ആണ് അല്ലേ? left to right.
ദ സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ ഇക്കണോമിയുടെ ഫീച്ചർ എന്താണ്? ഇതെല്ലാം ഫീച്ചറാണ് അല്ലേ? നോക്കി, പ്രിഡോമിനൻസ് ഓഫ് അഗ്രികൾച്ചർ, റാപ്പിഡ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ്, ലോ പെർ ക്യാപിറ്റ ഇൻകം ആൻഡ് ക്യാപിറ്റൽ സ്കേഴ്സിറ്റി. Which industry is the second largest provider of employment in India after agriculture? അഗ്രികൾച്ചറിന് ശേഷം ഏത് ഇൻഡസ്ട്രിയാണ് എംപ്ലോയ്മെൻറ്റ് കൂടുതലായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്? ആസ് പെർ 2016 ടെക്സ്റ്റൈൽസ്. ഹു ഇസ് ദ ചെയർമാൻ ഓഫ് നീതി ആയോഗ്? ആരാണ്? പ്രൈം മിനിസ്റ്റർ ആണ് അല്ലേ? നീതി ആയോഗിൻ്റെ ചെയർമാൻ പ്രൈം മിനിസ്റ്റർ ആണ്. അപ്പോൾ വൈസ് ചെയർമാൻ ആരാണ്? ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ സുമൻ ബെരിയാന്ന് തോന്നുന്നു അല്ലേ? അതേന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നമ്മൾ 80 ക്വസ്റ്റ്യൻസ്, ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് GK ആൻഡ് കറണ്ട് അഫയേഴ്സ് ആണ്, അത് നമുക്ക് നോക്കണ്ട. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓടിച്ചിട്ടാണ് പറഞ്ഞത്. ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ആണ്, ചെറിയ ചെറിയ ആൻസേഴ്സ് ആണ്. ആ രീതിയിൽ നിങ്ങളൊന്ന് എല്ലാം ഒന്ന് പഠിച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുകയും ചെയ്യുക. അടുത്ത ക്ലാസ്സിലൂടെ വീണ്ടും കാണാം. അതുവരെ താങ്ക് യു.